അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അങ്ങനെ വാപ്പ പറഞ്ഞതുപോലെ ഐസദ ഭക്ഷണത്തളിയിൽ മാനിറച്ചി പാകം ചെയ്ത് വാപ്പയുടെ അടുക്കിലേക്ക് വന്നപ്പോൾ വാപ്പ ചോദിക്കുകയാണ്, മോനെ അതിനില്ലെന്നായി നബിയാർ അബദ്ധം വന്നു നൈ മോഹം പിഴത്തിന്നേ. വാപ്പ പറഞ്ഞു, മോനെ എൻ്റെ അടുക്കൽ കുറച്ച് മുമ്പല്ലേ നീ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വന്നിട്ടില്ലല്ലോ വാപ്പ, ഉടനെ തന്നെ. എന്നാൽ കാര്യങ്ങളൊക്കെ അപകടത്തിലായിരിക്കുന്നു ഐസേ എന്ന് പറഞ്ഞ് മഹാനായിരിക്കുന്ന ഇസാഖ് നബി അലൈഹി സ്വലാം പറയുകയാണ്, പിഴപ്പിത്ത് യാക്കൂബങ്ങ് അടുത്താനേ, അതിനാൽ ബേജാറായിടണ്ടാകെ കളയാണേ. മൊഴി കേട്ട് വധിക്കും ഞാൻ യാക്കൂബായണ്ടും മൂത്തോറൊറ്റതായി കൂട്ടി പറഞ്ഞോബാ. ആ സമയത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് പറയുകയാണ്, യാക്കൂബ് കാര്യങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നു, മോനെ നീ ബേജാറാകേണ്ട. യാക്കൂബ് പ്രവാചകനാകാൻ വേണ്ടി കുറച്ച് മുമ്പ് എൻ്റെ അടുക്കൽ വന്നത് യാക്കൂബാണെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിയല്ലേ നടക്കൂ, അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി തന്നെ അല്ലേ നടക്കൂ മോനെ. അതുകൊണ്ട് ഒരിക്കലും മോൻ ബേജാറാകേണ്ടതില്ല, മോനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം. മൊഴി കേട്ട് വാദിക്കും ഞാൻ യാക്കൂബായണ്ടും മൂത്തോറുറ്റതായി കൂട്ടി പറഞ്ഞോബാ. അവിടുന്ന് ഐസ് പറഞ്ഞു, ഇല്ല, ഇനി യാക്കൂബിനെ വധിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കടാരയുമായി അതാ യാക്കൂബിനെ വധിക്കാൻ വേണ്ടി അതാ ഐസ് തക്കം പാർത്ത് നടക്കുകയാണ്. പക്ഷേ ഒഴിക്കൂ നീ പാതറണ്ട മണിമോനേ, ദുആ ഉനക്കും സന്തതിക്കും തേടിടും ഞാനേ. അഴകായ വരണം നിൻ വഴിയായേ, ഉലകിൽ അവസാനം വരെ നടം നിടാനായേ. മോനെ നീ അതിര് വിട്ടു പോകരുത്, ഞാൻ നിനക്ക് വേണ്ടി രാജാധികാരത്തിന് വേണ്ടി ദുആ ചെയ്യാം. നിനക്ക് ഒരുപാട് സമ്പത്തും രാജാധികാരവും ഉണ്ടാകാൻ വേണ്ടി വാപ്പ ദുആ ചെയ്യാം. ഒരിക്കലും യാക്കൂബിനെ വധിക്കാൻ തുനിയരുത്. പക്ഷേ അതൊന്നും മകൻ ഐസ് കൈക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, വാപ്പാൻ്റെ ഉപദേശങ്ങളൊന്നും ത്രിവണൽ ഗണിക്കുകയാണ് എന്ന് മാത്രമല്ല, അളവില്ല വിധ പലതും പീതാ കൂറി ഐസിൽ അനുജന വാദിക്കാനുൽ മുറാദേറി. പക്ഷേ വാപ്പയുടെ വാക്കുകളൊന്നും ഐസിന് വിലപ്പോകുന്നില്ല. ഉടനെ തന്നെ രംഗം മഹദിയായിരിക്കുന്ന റഫ്ഖാൻ ബീവി റളിയല്ലാഹു തആല നിരീക്ഷിക്കുകയാണ്. ഉടനെ തന്നെ മകനായ യാക്കൂബിനെ വിളിച്ചു പറഞ്ഞു, യാക്കൂബേ കാര്യങ്ങളൊക്കെ അപകടത്തിലായിട്ടുണ്ട്, നീ നബിയാകാൻ വേണ്ടി ദുആ ചെയ്താൻ വാപ്പാനോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതും നബിയായതും എല്ലാം പ്രശ്നത്തിലായിരിക്കുന്നു. അതുകൊണ്ട് നിന്നെ എവിടെ വെച്ച് കണ്ടാലും ഐസ് വധിക്കാൻ വേണ്ടി കടാരയുമായി നടക്കുകയാണ് യാക്കൂബേ. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, നിൻ്റെ ജീവൻ ബാക്കി കിട്ടണമെങ്കിൽ നീ വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ. എവിടേക്കാണ് സ്ഥലം വിടേണ്ടത്? കള്ളങ്കന്തായി അറിന്തുടൻ യാക്കൂബേ കൂഫി കടം തോയി പതിയും വിട്ടനെ ജീവേ. വളർമാ പൊന്മകനെ നീ ഒളിഞ്ഞോളീൻ, അല്ലെങ്കിൽ ഒളിച്ചോളീൻ. ഐസ് വധിക്കും നിനജിറാനിൽ വസിച്ചോളീൻ, വധിക്കും നിനജിറാനിൽ വസിച്ചോളീൻ. നിൻ്റെ അമ്മാവൻ ലിബാൻ എന്ന് പറയുന്ന, അഥവാ എൻ്റെ ആങ്ങള നെജ്റാൻ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. ഉടനെ തന്നെ അവിടേക്ക് സ്ഥലം വിടണം. മാതാവിൻ്റെ ആ വാക്ക് കേട്ട ഉടനെ തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാം പോകാൻ തുനിഞ്ഞെങ്കിലും ഒരിക്കലും നീ ഈ സമയത്ത് പോകരുത്. പകൽ സമയത്ത് നീ പോയി കഴിഞ്ഞാൽ ഐസ് നിന്നെ പിടികൂടിയാൽ സംഭവം വധിച്ചു കളയും, നീ രാത്രിയെ യാത്ര പുറപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇസാഖ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് മാതാവായ റഫ്ഖാൻ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എവിടുന്ന് കണ്ടാലും ഐസ് പകയോടുകൂടെ നടക്കുകയാണ് യാക്കൂബിനെ കൊല്ലാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ അനുവാദം കൊടുക്കണം, ചെറുക്കന് നെജറാനിലേക്ക് പോയിക്കോട്ടെ എന്ന് അനുവാദം വാങ്ങിച്ച് പിതാവിൻ്റെ അടുക്കൽ നിന്നും അനുവാദം വാങ്ങിച്ചെല്ലാം സെറ്റപ്പായി റെഡിയായി അതാ രാത്രി സമയത്ത് നെജറാനിലേക്ക് പോകാനുള്ള ഒരുക്കത്തോടുകൂടെ അതാ എല്ലാം റെഡിയാക്കി യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് യാക്കൂബ് അതാ യാത്രക്കൊരുങ്ങുകയാണ്. രാത്രി രംഗം ബഹുമാനപ്പെട്ട അന്ത്രോദ്വീപുകാരനായ മുത്തുക്കോയ തങ്ങൾ ഈ 4 കുന്നത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ ആ രംഗം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം.
പൊന്നിന് ജിറാനിൽ ആങ്ങള ഉണ്ടെനിക്ക് പോയി സുഖത്തില്ല വർകൂടാ നിവാസിക്ക് ഒന്നും മാമാക്ക് ബാനം നാമവാടെ ഊരതിൽ ചെന്നോരെ തേടി പീഡിച്ചു മോനെ. ഉമ്മ റഫ്ഖാൻ ബിബി റളിയല്ലാഹു അൻഹ അവിടുന്ന് പൊന്നോമന പുത്രൻ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യാക്കൂബിനെ വിളിച്ചു പറയണം, മോനെ കന്നാനിലേക്ക് വേഗം സ്ഥലം വിടണം. അങ്ങനെ നട്ടപ്പാതിരാ സമയത്ത് തന്നെ രാത്രിയായപ്പോൾ ഉടനെ തന്നെ യാക്കൂബിനെ എല്ലാം റെഡിയാക്കി, നീ നടന്നു പോയിക്കോ, ഇന്ന സ്ഥലത്താണ്. ഇന്നത്തെ പോലെ അന്ന് പേടിക്കാനൊന്നുമില്ല, എവിടെ പോയാലും മൃഗങ്ങളും ഇതൊന്നും ആരും ഒന്നും കാട്ടൂല. പണ്ട് അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ ആൾക്കാരെ ശല്യമാണ്. ഇന്നൊരു വൈക്ക് പോകാൻ ആളുകളെ പേടിയാണ്. പണ്ട് ഒന്നിനെയും പേടിണ്ടാകുന്നില്ല, ആൾക്കാരെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. പിന്നെ മൃഗങ്ങളെ മാത്രം, മൃഗങ്ങളും ശാന്തമായിരുന്നു അന്ന്. കാരണം മൃഗങ്ങളെ കാടുതൊന്നും വെട്ടി തെളിച്ചിട്ടില്ലല്ലോ, പോലെ കാട്ടിക്കൂടെ അങ്ങനെ പോയിക്കോളും. ഇന്നിപ്പോൾ കാടൊക്കെ വെട്ടി തെളിച്ചുകൊണ്ടാണ് ആനയും കുന്ത്രാണ്ടങ്ങളൊക്കെ അങ്ങോട്ട് തായറിഞ്ഞു വരുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ മാമനായ ലിബാനെ തേടിപ്പിടിക്കാൻ വേണ്ടി അതാ നജ്റാനിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് ഉമ്മയതാ തൻ്റെ പൊന്നോമന പുത്രൻ ഈ യാക്കൂബിനെ മാറോട് അണച്ചുകൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് കവി പറയട്ടെ. എന്നും മോളിന്തുമ്മ ഒന്നാം ഉമ്മ മോനാ നാറ്റി മണത്തെ ഇവരാ പിതാവോട നുവാദവും എടുത്ത് പിന്നവർ ആന്യൻ നുന്നും പാതി വീടും പെരികെ ഭയമൽ പകലിൽ മറഞ്ഞിരുന്ന്. അങ്ങനെ ഉമ്മ മോനെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കുകയാണ്. മോനെ നീ കന്നാനിലേക്ക് പോവുകയാണ്. ഐസിൻ്റെ പക മാറിയിട്ട് നിനക്ക് തിരിച്ചു വരാം. ഞാൻ ബാപ്പയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ധൈര്യമായി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഉമ്മയുടെ ദുആയുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ലല്ലോ. അതാ നജ്റാനിലേക്ക്, അമ്മാവൻ്റെ അടുക്കലേക്ക്, ലിബാൻ്റെ അടുക്കലേക്ക് യാക്കൂബ് അതാ പുറപ്പെട്ടിരിക്കുകയാണ്. പുറപ്പെട്ടിയൊന്ന് മാത്രമല്ല, മറഞ്ഞും രാവെല്ലാം നടന്നു നജ്റാനെത്തി. പകൽ സമയങ്ങളിലൊക്കെ എവിടെയെങ്കിലും മറഞ്ഞിരിക്കും, രാത്രി യാത്ര ചെയ്യും. അതുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരക്ക് എന്ത് കിട്ടിയത് എന്ന് കവി പറയട്ടെ. മരുതഗർക്കിൻ്റെ ഇരവ് നാടത്തം കൊണ്ട് പാരില്ലീസ്റായിൽ എന്നൊരു നാമമുണ്ട്. അത് കാരണം മരുതകർക്കിൻ്റെ ഇരവ് നടത്തം കൊണ്ട് പകൽ സമയങ്ങളിലൊക്കെ ഐസിനെ പേടിച്ച് മറിഞ്ഞിരുന്ന് രാത്രി സമയങ്ങളിൽ രാപ്രയാണം നടത്തിയ ആൾ, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ രാത്രി രാപ്രയാണം നടത്തിയ ആളെന്നാണ്. അപ്പോൾ അങ്ങനെ പേര് വരാൻ കാരണം ഇന്നിപ്പോൾ ഇബ്ലീസ് പിടിച്ച ഇസ്രായേൽ ഉണ്ടല്ലോ അവിടെ, അതാണ് അങ്ങനെ പേര് വരാൻ കാരണം. ഏതായാലും അങ്ങനെ കരുണർ നബി യാക്കൂബ് ലീബാനോട് പൊത്ത് കാട്ടിൽ പോയുൽ സാഹിച്ചോര ആടും മേയിത്ത് ഇരിക്കുന്ന കാലം ലിബാനും നബിയോടുത്ത് എൻ്റെ കിണറ്റിൽ വെള്ളമില്ലാതെ മടുത്ത്. അങ്ങനെ നജ്റാനിൻ്റെ അതിർത്തിയിലെത്തിയ യാക്കൂബ് നബി അമ്മാവിനെ അന്വേഷിച്ചുകൊണ്ട് പല കാണുന്ന ചെറ്റക്കൂരകളിലൊക്കെ കയറിക്കൊണ്ട്, നജ്റാൻ എന്ന് പറയുന്ന പ്രദേശം ഇതല്ലേ? അതെ, ഇത് തന്നെയാണ് മോനെ. നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ഇവിടെ ലിബാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഏത് ഭാഗത്താണ് താമസിക്കുന്നത്? ആളുകളൊക്കെ പറഞ്ഞു കൊടുത്തു, അത് ആ കാണുന്ന വീടാണ് ലിബാൻ്റെ വീട്. അങ്ങനെ ലിബാൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അതാ ലിബാന് വളരെ സന്തോഷമായി. കാരണം ലിബാനാകെ 2 പെൺമക്കളാണുള്ളത്, 2 പെൺകുട്ടികൾ. ലിബാനാണെങ്കിൽ ഒരുപാട് ആട്ടിൻപറ്റങ്ങൾ, ആടുകളുണ്ട്. ആടുകളൊക്കെ മേക്കാൻ ഒരാൺതരിയായല്ലോ എന്നുള്ള നിലയ്ക്ക് ലിബാന് യാക്കൂബിനെ സ്വാഗതം ചെയ്യുകയാണ്. അമ്മാവൻ ലിബാനെ സ്വാഗതം ചെയ്തു എന്ന് മാത്രമല്ല, അങ്ങനെ അമ്മാവന് വളരെ സന്തോഷമായി. അങ്ങനെ അമ്മാവൻ്റെ കൂടെ രാവിലെ അതാ കാട്ടിലേക്ക് ആടുകളുമായി പോകും, വൈകുന്നേരം തിരിച്ചു വരും. ഇങ്ങനെ അമ്മാവൻ്റെ കൂടെ ലിബാൻ്റെ കൂടെ യാക്കൂബ് താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് അമ്മാവൻ എന്തോ ഒന്ന് പറയുകയാണ്. എന്താണ് പറഞ്ഞത് എന്ന്
കവി തന്നെ പറയട്ടെ, ഇരിക്കുന്നേ കാലം ലീബാനും നബിയോടുത്തെ എൻ്റെ കിണറ്റിൽ വെള്ളം ഇല്ലാതെ മടുത്ത് മടുപ്പാൻ എന്നൊത്തപ്പൽ തങ്ങളെ കിണറ്റിൽ തുപ്പി വാളിയാൽ വേണ്ടോളം കോരിക്കോ എന്നും ചെപ്പി. അങ്ങനെ ഇരിക്കണ കാലത്താണ് ഒരു ദിവസം ആടുകൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ ആകെ ഒരു കിണറാണുള്ളത്. ആ കിണറ്റിലാണെങ്കിലും വെള്ളം പറ്റിക്കണം. അപ്പുറത്തൊരു പൊട്ടക്കിണറുണ്ട്. പൊട്ടക്കിണർ എന്നാലും വെള്ളമുള്ള കിണർ തന്നെയാണ്, പക്ഷേ ശൂന്യമായി കിടക്കുകയാണ്. അപ്പോൾ ഏതായാലും യാക്കൂബിനോട് ഇങ്ങനെ ഒരു കാര്യം അമ്മാവൻ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ യാക്കൂബ് വെള്ളത്തിനപ്പോൾ പ്രശ്നമെന്നും പറഞ്ഞിട്ട് കിണറ്റിൽ ഒരൊറ്റ തുപ്പല. തുപ്പിയത് മാത്രമല്ല, വെള്ളം കെട്ട് ഉറവെടുത്ത് പൊങ്ങി വന്നില്ലേ മൊയ്സത്ത് കൊണ്ട്. നബിയല്ലേ, പ്രവാചകനല്ലേ, അത് നിഷേധിക്കുന്ന ആളുകളുണ്ട് ഇവിടെ നമ്മളെ ലോകത്ത്. ഏതായാലും അവിടേക്ക് കിടക്കണില്ല, വെറുതെ ഓൽക്ക് കൂലി ഉണ്ടാക്കി കൊടുക്കണില്ല. ഓൽക്ക് കൂലി ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൊയ്സത്തിൻ്റെ അമാനുഷികത കൊണ്ട് അതാ കിണറ്റിൽ നിന്ന് വെള്ളം ഉറവെടുത്ത് പുറത്തേക്ക് വന്നു എന്ന് മാത്രമല്ല, ആടുകൾക്ക് മതിവരുവോളം കുടിക്കാനുള്ള വെള്ളം ലഭിച്ചു എന്ന് മാത്രമല്ല, ഈ സംഭവം കണ്ടത് മുതൽ അമ്മാവനായ ലിബാനിന് യാക്കൂബിനോട് ഭയങ്കര സ്നേഹമായി എന്ന് മാത്രമല്ല, ഉടനെ കിണറ്റിന്ന് വെള്ളം മുറവെടുത്ത് ഊക്കോടെ പൊന്തിക്കാവിഞ്ഞു ഒഴുകാനടുത്ത് വടിവേരോടന്തേദീനം മുതൽ മാതൂലന്നെ മട്ടറ്റെ ഹബ്ബ് കാവിഞ്ഞിട്ടവരും ചൊന്ന്. ഈ അത്ഭുത സംഭവം ദർശിച്ചതു മുതൽ ലിബാന് വളരെ ഇഷ്ടമാണ് യാക്കൂബിനെ. അങ്ങനെ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ അമ്മാവനായ ലിബാനോടുകൂടെ കഴിഞ്ഞുകൂടുന്ന കാലത്തിലാണ് ഒരു ദിവസം അമ്മാവൻ യാക്കൂബിനോട് ഒരു കാര്യം പറയുകയാണ്. അത് കാര്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ എപ്പിസോഡിൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ കാര്യം പറയാം.